നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള സൃഷ്ടി എന്ന് വെച്ചാൽ നവ ജയിൽ സൃഷ്ടിയാണോ? അങ്ങനെ സംശയം തോന്നിയത് എന്തുകൊണ്ടാണെന്നല്ലേ? അതായത് ജയിലുകളുടെ ശമ്പള പരിഷ്കരണം ഒരു ഇഷ്യൂ ആയി വന്നു. ആ സമയത്ത് ജയിൽ വകുപ്പ് ശുപാർശ ചെയ്തത് 230 രൂപയായിരിക്കുന്ന അനുദിന വേതനം 350 രൂപയാക്കി ഉയർത്തണം എന്നാണ്. അപ്പോൾ മുഖ്യമന്ത്രി മറ്റു സംസ്ഥാനങ്ങളിലെ ജയിലുകളിലെ വേതനത്തെ പറ്റിയൊക്കെ അന്വേഷണം നടത്തി. അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റി ഏതോ ചില സംസ്ഥാനങ്ങളിലെ കേരളത്തിൽ ഫിക്സ് ചെയ്ത ഈ 350-നേക്കാളും അല്പം മുകളിൽ വേതനം ഉണ്ട് എന്ന്. ഉടനെ മുഖ്യമന്ത്രി പറയുന്നു, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ജയിൽ വേതനം കേരളത്തിലായിരിക്കണം. അവസാനം അദ്ദേഹം തന്നെ തീരുമാനിക്കുന്നു 620 രൂപ പ്രതിദിന വേതനം കേരളത്തിലെ ജയിൽ പുള്ളികൾക്ക് എന്ന്. അത് കേൾക്കുമ്പോൾ ആണ് നമുക്ക് സംശയം തോന്നുന്നത്, നവകേരള സൃഷ്ടി എന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് നവജയിൽ സൃഷ്ടിയാണോ എന്ന്. കാരണം നമ്മുടെ മുഖ്യധാരയിലുള്ള നിരവധി വകുപ്പുകളിൽപ്പെട്ട തൊഴിലാളികൾക്ക് അതിനേക്കാളൊക്കെ വളരെ താഴ്ന്ന ശമ്പളമാണ് നിലനിൽക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ആശാ വർക്കേഴ്സ് 800-ലധികം ദിവസം, കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം കിടന്നു. എന്തെല്ലാം തരത്തിലുള്ള രൂപത്തിലും ഭാവത്തിലുമായിരുന്നു ആ പാവങ്ങളുടെ സമരം. ആ പാവങ്ങളുടെ സമരം എന്ന് ഓർക്കുമ്പോൾ വന്യജീവികൾ കൂത്താടി നടക്കുന്ന മലഞ്ചെരുവുകളിലൂടെയൊക്കെ രാത്രിയും പകലും രോഗികളായ വൃദ്ധരെയൊക്കെ ശുശ്രൂഷിക്കാനും ഒക്കെ വേണ്ടി നടന്ന് മല കയറിയും ഇറങ്ങിയും ഭക്ഷണം കഴിച്ചും കഴിക്കാതെയും കഷ്ടപ്പെടുന്ന ആശാ വർക്കേഴ്സ്, അവർക്കാണ് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായത്. ഇത്രയേറെ ദിവസങ്ങളിൽ അവിടെ സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ സമരം ചെയ്യുക, എന്നിട്ടും ആ സമരം വിജയിച്ചല്ല, അവർ തന്നെയാണ് പരാജയപ്പെട്ടത്. പക്ഷേ അവര് മനുഷ്യരുടെ മനസ്സിൽ, നമ്മുടെ മനസ്സിലൊക്കെ കൊത്തിവെച്ച ഒരു ചിത്രമുണ്ട്. അതായത് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഒരു ക്രൂരതയുടെ മുഖമാണ്. അതായത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇവരുടെ ഈ സഹന ജീവിതം, അവരുടെ ജീവിതം തന്നെ ഒരു സഹനമാണ്. ഈ ആശാ വർക്കർമാര് അവരെ ഇത്രയേറെ പീഡനങ്ങൾക്ക് വിധേയമാക്കുക, അതായത് ഇത്രയേറെ നാള് സ്വന്തം കുടുംബം വിട്ട് അവരെ ഇതിനു വേണ്ടിയിട്ട്, അതായത് ഈ ശമ്പള പരിഷ്കരണം, അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരം അതായിരുന്നു. ഈ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരം ഓർക്കുമ്പോഴാണ് നമ്മൾ ഓർക്കേണ്ടത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഡീസന്റ് ലൈഫിനുള്ള ഡീസന്റ് വേജ് എന്ന ചില മാനദണ്ഡങ്ങൾ. എന്തൊക്കെയാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഡീസന്റ് ജോബിനുള്ള മാനദണ്ഡങ്ങൾ? എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ എന്ന് നമ്മൾ എല്ലാവരോടും ചോദിക്കണം. നമ്മുടെ മുൻപിൽ വന്നുപെടുന്ന ഓരോ തൊഴിലാളിയോടും ചോദിക്കണം, എന്താണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന മാന്യമായ തൊഴിലിന്റെ വേതന നിയമം എന്ന്. ഒന്നാമത്തേത് അതായത് പിരിച്ചുവിടുന്ന തരത്തിലായിരിക്കരുത്, ജോലിക്ക് സ്ഥിരത വേണം. 2, ഉന്നത ജീവിത നിലവാരം പുലർത്താൻ തക്ക ശമ്പളം വേണം, വേതനം വേണം. 3, അവർക്ക് അവരുടെ മാനേജ്മെന്റുമായിട്ട് അവരുടെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനെ പറ്റി സംസാരിക്കാൻ, അതായത് ഡയലോഗ്, അതായത് യൂണിയനൈസ് ചെയ്യാനുള്ള അവകാശം. 4, തൊഴിലിൽ നിന്ന് പിരിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് സെക്യൂരിറ്റി എന്ന് വെച്ചാൽ വാർദ്ധക്യകാല പെൻഷൻ, റിട്ടയർമെന്റിന് ശേഷമുള്ള പെൻഷൻ. ഈ 4 ഘടകങ്ങളാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ 2000-ലെ അതിന്റെ കൺവെൻഷൻ, ഡീസന്റ് വേജ് കൺവെൻഷൻ, ആ കൺവെൻഷനിൽ വെച്ചിട്ടുള്ള 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങളിൽ ഒന്നുപോലും സാറ്റിസ്ഫൈ ചെയ്യാത്തവരാണ് നമ്മുടെ ആശാ വർക്കേഴ്സ്. അതുപോലെ ഒരുപാട് വർക്കേഴ്സ് ഉണ്ട്, കേരളത്തിലല്ല ഇന്ത്യയിൽ മുഴുവനും. കേരളത്തിൽ മാന്യമായ വേതനം കിട്ടുന്നുണ്ട്, പക്ഷെ തൊഴിൽ സ്ഥിരത എന്ന് പറയുന്നത് കേരളത്തിലും ലഭ്യമല്ല. അപ്പൊ മറ്റ് 3 ഘടകം, അതുപോലെ തൊഴിൽ സ്ഥിരതയില്ലെങ്കിൽ പിന്നെ
പെൻഷൻ എങ്ങനെയാണ്? പെൻഷൻ ഗവൺമെന്റ് കൊടുക്കുന്ന പെൻഷനുണ്ട് എന്നുള്ള ആശ്വാസം. അപ്പോൾ ഏകദേശം തരക്കേടില്ലാത്ത ഒരു ജീവിതാവസ്ഥയാണ് കേരളത്തിലെ തൊഴിലാളികൾക്കുള്ളത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾക്ക് ആ സാധ്യതയുമില്ല. അതുകൊണ്ടാണല്ലോ നാം കൈ കാണിക്കുന്നതിന് മുൻപ് തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇങ്ങോട്ട് ചേക്കേറുന്നത്. ഇവിടുത്തെ ഈ തൊഴിലിന്റെ ഡീസന്റ് വേജ്, ഒന്നാമത്തെ കാര്യം ഡീസന്റ് വേജ്, രണ്ടാമത്തെ കാര്യം ഡയലോഗ്, തൊഴിലുടമയുമായിട്ട് വേജ് വർദ്ധിപ്പിക്കണം, ജീവിത സൗകര്യം വർദ്ധിപ്പിക്കണം, തൊഴിൽ സൗകര്യം വർദ്ധിപ്പിക്കണം എന്നൊക്കെ ആവശ്യപ്പെടാനുള്ള അങ്ങനെ ഈ 4 മാനദണ്ഡങ്ങൾ ILO വെച്ചിട്ടുള്ളതാണ്. ഈ മാനദണ്ഡങ്ങളിൽ 4 മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ ആശാ വർക്കേഴ്സിന്റെ കാര്യത്തില് ഇപ്പോഴും നടപ്പായിട്ടില്ല. നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഇന്ത്യ ഈസ് എ സിഗ്നേറ്ററി, ഈ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഡീസന്റ് വേജ് കൺവെൻഷനിൽ ഇന്ത്യയും സിഗ്നേറ്ററി ആണ്. 2010 2010 ഇന്ത്യ സൈൻ ചെയ്യുന്നത്. അപ്പൊ അന്ന് മുതൽ ഇന്ത്യക്കും ബാധ്യതയുണ്ട്. ഇനി ഒന്നിലും സൈൻ ചെയ്തില്ലെങ്കിൽ പോലും തൊഴിലാളികൾക്ക് മാന്യമായ വേതനവും മാന്യമായ ജീവിത സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ടത് അതത് ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ആശാ വർക്കേഴ്സിന്റെ സമരം ഇത്രകാലം കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് അവരെ അവഹേളിച്ച് നാണം കെടുത്തി കഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് സത്യം. അത് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് ചേർന്നതല്ല, ഒരു ബൂർഷ്വ ഗവൺമെന്റിന് പോലും ചേർന്നതല്ല ആ നയം. അതാണ് നമുക്ക് ഏറ്റവും സങ്കടം തോന്നിക്കുന്നത്. പിന്നെ തൊഴിലുറപ്പ് പദ്ധതി 2005 അന്ന് ഇന്ത്യ ഗവൺമെന്റ്, അതായത് UPA ഗവൺമെന്റ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ പുറകില് LDFും ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് സാമാജികരും അതിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് കൊണ്ടുവരുന്ന സമയത്ത് 180 രൂപയാണ് ശമ്പളമായിട്ട് ഫിക്സ് ചെയ്തിരുന്നത്. പിന്നീടാണ് ഘട്ടം ഘട്ടമായിട്ട്, എന്തിനാണ് 180 രൂപ? അന്ന് 180 രൂപയിലും വളരെ താഴെയായിരുന്നു വടക്കേ ഇന്ത്യയിലെ നോർമൽ വേജസ്. അതുകൊണ്ടാണ് ആ നോർമൽ വേജസ് ഉയരാൻ വേണ്ടിയാണ് 180 രൂപയിൽ ഫിക്സ് ചെയ്തത്. അതിനുശേഷം അത് ക്രമാനുഗതമായിട്ട് വർദ്ധിപ്പിച്ച് ഇപ്പൊ 369 രൂപയിലായി. 369 രൂപയായാലും ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഓൾ ഇന്ത്യ തലത്തില് അതിലും താഴെയാണ് മിനിമം വേതനം ഇപ്പോഴും. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് ഈ പറയപ്പെട്ട ജയിൽ പുള്ളികൾക്ക് 620 രൂപ വേതനം എന്ന് തീരുമാനിക്കുന്നത്. അതായത് ഓൾ ഇന്ത്യ തലത്തിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന മര്യാദക്കാരായ തൊഴിലാളികൾക്ക് 369 താഴെ, അതിന് താഴെ എന്ന് പറയാൻ കാരണം തൊഴിലുറപ്പ് പദ്ധതിയുടെ വേജസിനേക്കാൾ താഴെയാണ് ഇന്ത്യയിലെ മിനിമം വേജസ്. എപ്പോഴും തൊഴിലുറപ്പ് പദ്ധതിയുടെ വേജ് ഫിക്സ് ചെയ്യുന്നത് അത് കണ്ടിട്ടെങ്കിലും, അതായത് തൊഴിലാളികളെല്ലാം തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകും, തൊഴിലിന് ആളെ കിട്ടില്ല എന്ന ഭയം കൊണ്ടെങ്കിലും മിനിമം വേജസ് വർദ്ധിപ്പിക്കട്ടെ എന്ന് കരുതിയാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ തരത്തില് 369 രൂപ എന്ന രീതി വരെ ഇപ്പോ എത്തിയിരിക്കുന്നത്. അപ്പം അങ്ങനെ തൊഴിലുറപ്പ് പദ്ധതിക്ക് 369 രൂപയേ ഉള്ളൂ. അപ്പോഴാണ്, അതായത് 251 രൂപ കുറവ്, ജയിൽ പുള്ളിക്ക് കൊടുക്കുന്നതിനേക്കാൾ 251 രൂപ കുറവ്. അങ്ങനെയാണ് 620 രൂപയെ നമ്മൾ താരതമ്യം ചെയ്യുന്നത്. അതുപോലെ കശുവണ്ടി തൊഴിലാളികൾ, നമ്മുടെ കേരളത്തിൽ ധാരാളം കശുവണ്ടി തൊഴിലാളികളുണ്ട്. അവർക്ക് കിട്ടുന്ന വേതനം 538 രൂപയാണ്. അതും 620 താഴെയാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഇനി കയർ തൊഴിലാളികള്, അവർക്ക് കിട്ടുന്ന വേതനം 468 രൂപയാണ്. അങ്ങനെ സ്വകാര്യ സുരക്ഷാ ജീവനക്കാർക്ക് കിട്ടുന്ന വേതനം 596 രൂപയാണ്. അതൊക്കെ 600-ലൊക്കെ താഴെയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ജയിൽ പുള്ളികൾക്ക് 620 രൂപ ശമ്പളം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടോ ഈ 620 രൂപ ശമ്പളം എന്ന് പറഞ്ഞത് കേട്ട് അത്ഭുതം കൂറിയ മാധ്യമങ്ങളോട് EP ജയരാജൻ എന്താണ് പറഞ്ഞത്? അവര് പാവങ്ങളല്ലേ, അത് വാങ്ങി അവർക്ക് സോപ്പ്, ചീപ്പ്, കണ്ണാടി ഇതൊക്കെ വാങ്ങണ്ടേ? പക്ഷെ നമ്മൾ ഓർക്കുകയാണ്, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ 369 ശമ്പളം കൊടുക്കുന്നവർക്ക്, അതുപോലെ തന്നെ 400 രൂപയാണ് ആശാ വർക്കർമാർക്ക് ഒരു ദിവസം കിട്ടുന്നത്. അത് കിട്ടുന്ന ആശാ വർക്കർമാരാകട്ടെ, ഈ കശുവണ്ടി തൊഴിലാളികളാകട്ടെ, കയർ തൊഴിലാളികളാകട്ടെ,
ഇവർക്കൊന്നും ആഹാരം ഫ്രീ അല്ല. ഇവരൊക്കെ വീട്ടിൽ പോയി സാധന സാമഗ്രികൾ മേടിച്ച് പാചകം ചെയ്ത് കഴിക്കേണ്ടവരാണ്. ഇവർക്കൊക്കെ ഉറങ്ങണമെങ്കിൽ സ്വയം ഉറങ്ങാനുള്ള ഇടം, വീട് സ്വന്തമായിട്ട് കണ്ടെത്തേണ്ടതാണ്. ഈ പറയപ്പെട്ട ഒന്നിനും പണം പ്രത്യേകിച്ച് കൊടുക്കേണ്ട ഒരു ജയിൽ പുള്ളിക്ക്. അപ്പോൾ എന്ത് സന്ദേശമാണ് EP ജയരാജനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഒക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകുന്നത്? അതായത് ഏതോ വലിയ മഹത് കൃത്യം, കൊലപാതകം തൊട്ട് മറ്റതുപോലുള്ള ഹീന കൃത്യങ്ങൾ ചെയ്ത് ജയിലിൽ വന്നിരിക്കുന്ന ക്രിമിനൽസ്, അങ്ങനെ അവർക്ക് 10 വർഷമോ അതിലധികമോ ദീർഘകാല ശിക്ഷ ലഭ്യമായിരിക്കുന്ന ക്രിമിനൽസ്, അത്തരക്കാർ ചെയ്ത കർമ്മങ്ങൾ അത്ര വിശിഷ്ട കർമ്മങ്ങളായി കാണണമെന്നാണോ? അത്തരം കർമ്മങ്ങൾ ചെയ്തോളൂ, നിങ്ങൾക്ക് 620 രൂപ പ്രതിദിന വാടകയോട് കൂലിയോടുകൂടി ജോലി ചെയ്ത് സുഖവാസം അനുഷ്ഠിക്കാം ജയിൽ മതിലുകൾക്കുള്ളിൽ എന്ന സന്ദേശമാണോ കൊടുക്കുന്നത്? അങ്ങനെയുള്ള സന്ദേശം കൊടുക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും ഈ തരത്തിലുള്ള വ്യാഖ്യാനവും പ്രഖ്യാപനങ്ങളും കണ്ടു കഴിഞ്ഞാൽ. ഇനി നമ്മൾ സംശയിക്കേണ്ടത് ഒരു കാര്യമാണ്. ഈ കേരളത്തിലെ ജയിലിലെ വേതനം കണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലും വേതനം അത്ര ഉയർത്തുമോ? വേതനം അത്ര കണ്ട് ഉയർത്തിയാൽ തീർച്ചയായിട്ടും ക്രിമിനൽസിന്റെ നമ്പർ വർദ്ധിക്കും എന്നതിന് ഒരു സംശയവുമില്ല. പക്ഷെ മറ്റ് സംസ്ഥാനക്കാരും അതിന് മുതിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം യുക്തിസഹമായി ചിന്തിക്കുന്ന ആർക്കും അറിയാം ഇത്ര ഉയർന്ന വേതനം ലഭ്യമാകും ജയിലിൽ എന്ന് വച്ചാൽ, അതായത് അത് മുഴുവനും അത് ബാക്കി വെക്കാവുന്ന കാശാണ്. അവരുടെ ആഹാരം, പാർപ്പിടം, ഇത് രണ്ടും ജയിലിൽ തന്നെയാണ് ലഭ്യമാവുക. പിന്നെ വേണ്ട പറഞ്ഞവർക്ക് സോപ്പും ചീപ്പും കണ്ണാടിയും ഒക്കെ മേടിക്കാം. അതൊന്നും എന്നും മേടിക്കേണ്ട ആവശ്യങ്ങളല്ല. അതിനൊക്കെ വേണ്ടി വളരെ കുറച്ച് ഒരു ദിവസത്തെ വേതനത്തിന്റെ ഒരു 1/4 ഉണ്ടെങ്കിൽ ഈ പറയപ്പെട്ട ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയുന്നതാണ്. അപ്പോൾ പിന്നെ ഈ പറയപ്പെട്ട, അതായത് 620 രൂപ വെച്ച് 30 ദിവസം വേതനം കിട്ടുക, അത് എത്രയായിരം രൂപ വരും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അത്ര ഉയർന്ന വേതനം അത് അവർക്ക് അവരുടെ വീട്ടിലേക്ക് അയക്കാം. ഒരു ഭാഗം വീട്ടിലേക്ക് അയക്കാം, ഒരു ഭാഗം അവര് അവിടെ തന്നെ നിക്ഷേപിക്കേണ്ടി വരും. അങ്ങനെ നിയമമുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇത്ര ഉയർന്ന വേതനം ജയിലിൽ ലഭ്യമാവുക എന്ന് വച്ചാൽ അത് ഒരു നല്ല സന്ദേശമല്ല ഈ സംസ്ഥാനത്തിന് നൽകുന്നത്, ഈ രാജ്യത്തിന് നൽകുന്നത്, ഈ ലോകത്തിന് നൽകുന്നത്. അതായത് ക്രിമിനൽസ് ആകുന്നത് ഏതോ വലിയ കാര്യമാണ് എങ്കിൽ പിന്നെ വിദേശ പഠനത്തിന് പോകുന്നതിന് പകരം ഇവിടെ ക്രിമിനൽ ആയിരുന്നുകൊണ്ട് ജയിലിൽ കയറി കൂടിയ പോരെ എന്നുവരെ ജനങ്ങളെ, യുവാക്കളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു സന്ദേശം അതിൽ അന്തർലീനമായിരിക്കുന്നു. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം CPM-ന് വേണ്ട ഒരുപാട് പേര് കൊലപാതകങ്ങളിലൊക്കെ ഇടപെട്ട് ലോങ് ടേം ജയിൽവാസത്തിന് വിധിക്കപ്പെട്ട ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെയൊക്കെ കേട്ടിട്ടുള്ളതനുസരിച്ചാണെങ്കിൽ പാർട്ടി തന്നെയാണ് അവരുടെയൊക്കെ കുടുംബത്തെ തീറ്റിപ്പോറ്റുന്നതും ഒക്കെ. അപ്പൊ അങ്ങനെ വലിയ ഒരു ചെലവ് പാർട്ടിക്കുണ്ട്. ആ ചെലവ് കുറച്ച് വെട്ടിച്ചുരുക്കുക, അതായത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചാണ് അവർ ജയിലിൽ പോയതെങ്കിലും അവരുടെ പാർട്ടിയുടെ ഫണ്ടിൽ നിന്ന് മാത്രം എടുത്ത് അവരെ സംരക്ഷിക്കാതെ ജനങ്ങളുടെ ഫണ്ട്, അതാണല്ലോ ഖജനാവിലുള്ളത്, അതാണല്ലോ നികുതിയേതര വരുമാനത്തിൽ നിന്നുണ്ടാകുന്ന ഖജനാവിലെ പണം എന്ന് പറയുന്നത്. ആ പണത്തിൽ നിന്ന് കുറച്ചെടുത്ത് അവരെ പരിരക്ഷിക്കുക. അപ്പോൾ പാർട്ടി ഫണ്ട് അത്രയും സുരക്ഷിതമാകും. ആ ഒരു പ്രധാനപ്പെട്ട ചിന്തയായിരിക്കണം ഇത്തരം ഒരു ചിന്തയിലേക്ക് ഗവൺമെന്റിനെ, അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ എത്തിച്ചത് എന്ന് വേണം നമുക്ക് കാണാൻ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളും ഇവിടുത്തെ ക്രിമിനൽസും, അതായത് മയക്കുമരുന്ന് മാഫിയായും മദ്യമാഫിയായും ഒക്കെ ചേർന്ന് കേരളം ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥാനമായി, ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 10-20 കൊല്ലം മുൻപ് നമുക്ക് എതിലെ വേണമെങ്കിലും ഇറങ്ങി നടക്കാമായിരുന്നു, രാത്രിയിലാണെങ്കിലും ഭയമില്ലാതെ. പക്ഷെ ഇപ്പോൾ രാത്രി വേണ്ട, പകല് പോലും ഭയമില്ലാതെ ഇറങ്ങി നടക്കാൻ ആക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷമാണ് ഇവിടെ സംജാതമായിരിക്കുന്നത്. ആ അന്തരീക്ഷത്തിന്റെ കൊഴുപ്പ് കൂട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ജയിൽ പുള്ളികളുടെ വേതനത്തിൽ വന്നിരിക്കുന്ന ഈ വാർത്ത. ഇതും പെട്ടെന്ന് പരക്കും.
ഈ ഈ വാർത്തയും. അപ്പോ ചിലപ്പോ യുവാക്കൾ കൂടിയിരുന്ന് പറയുന്ന ഇത്രയും വേദന അവിടെ കിട്ടുമെങ്കിൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് അങ്ങോട്ട് പോയി കൂടാ എന്നായിരിക്കും. അപ്പൊ അതിനുള്ള കർമ്മങ്ങൾ അവരും ചെയ്യാൻ തുടങ്ങി എന്ന് വരും. അപ്പൊ അതുകൊണ്ട് ഇത് നൽകുന്ന സൂചന ദുസൂചനയാണ്. ഇതാണ് നവകേരള സൃഷ്ടി കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് കുറച്ച് കടന്ന കൈയാണ്. അത് പൊതുജനം മനസ്സിലാക്കിയാൽ പിണറായി വിജയൻ 3 എന്ന് പറയുന്നത് സ്വപ്നത്തിൽ മാത്രം അവശേഷിക്കുന്ന ഒരു കാര്യമാണ്.